ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു യാത്ര പോവാന്നേ, കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക്. അപ്പോൾ കണ്ണൂര് നമ്മളെ വീട് കക്കാടാണ്. കക്കാട് നിന്ന് അനിയത്തിൻ്റെ വീട് ഇവിടെ താഴെ ചൊവ്വയാണ്, മേലെ ചൊവ്വ. അപ്പം മേലെ ചൊവ്വ പോയി അനിയത്തിനെ പിക്ക് ചെയ്ത് ഇതാ ഇവളെ അനിയത്തിയാണ്. അനിയത്തിനെയും കൂട്ടി അവളെ വീട്ടിലേക്ക് കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്തുള്ള കൂട്ടാലിടാന്ന് പറയുന്ന പറയില്ലേ, കരിയാത്തുംപാറേൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. കരിയാത്തുംപാറക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ കൂട്ടാലിടാന്ന് പറയുന്നത്. അപ്പൊ അവിടത്തേക്ക് പോകും. അങ്ങനെ ഞങ്ങള് സിന്ധുവിന്റെ വീട്ടിന്റെ അടുത്തെത്താറായി. അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാ കുഞ്ഞിനെ കൊയ്യ കൊളക്കോയി എന്നാണ് പറയുന്നത്. കൊളക്കോയി. ഒരു ഹോൺ അടിച്ചോ? ആരുമില്ലേ? നിങ്ങൾ റെഡിയായ? എന്താണ്ട് ഒരു കണ്ണടയൊക്കെ ഈ കാണുന്നതാണ് ഇവിടെ അനിയത്തി സിന്ധുവിൻ്റെ വീട്. അതായത് മേലെ ചൊവ്വ ഇളയാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട്. രാവിലെ നല്ല തിരക്കാണല്ലോ. നല്ല സൂര്യൻ. നമ്മൾ താഴച്ചുവ കഴിഞ്ഞു കേട്ടോ. ഇപ്പം ബൈപ്പാസിലേക്ക് കൂടിയാണ് പോകുന്നത്. നല്ല ചൂടുണ്ട്. രാവിലെ 7:25 7 മണിക്ക് ഇറങ്ങണം എന്നല്ല വിളിച്ചായിരുന്നു. പക്ഷേ ഇതാ ഇവൻ റെഡി ആവട്ടെ. പുറകിൽ ഇതാ ഇവൻ 7 റെഡി ആവുന്നത്. അങ്ങനെ ഇപ്പം സമയം 7:20. നല്ല ട്രാഫിക്കാണ്. നല്ല ചൂടാകുമ്പോഴത്തേക്ക്, ചൂട് വരുമ്പോഴത്തേക്ക് അങ്ങ് കൂട്ടാളിനെ പിടിക്കണം എന്നാണ്. ഏകദേശം 80 കിലോമീറ്ററാണ് ഇവിടുന്ന് ദൂരം. 80 കിലോമീറ്റർ 2 മണിക്കൂറിൽ അടിക്കാവും. അതിന് പോയി കഴിഞ്ഞാൽ 6 വരി പാതേൻ്റെ പണി ഇതാ ഇവിടെ താഴച്ചുവ ഇങ്ങനെയാണ്. അല്ല, എനിക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനാ നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായത്. നമ്മൾ മാഹി എത്തി കേട്ടോ. അപ്പോൾ മാഹി എത്തി നമ്മൾ പെട്രോൾ അടിക്കും. കേരളവും മാഹിയായിട്ട് ഏകദേശം പെട്രോളിന് ഒരു 12 13 അതിൻ്റെ വ്യത്യാസം. 13 തോന്നുന്നല്ലേ? ആ, എന്നാലും നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ പെട്രോൾ അടിച്ചിട്ടാണ് പോവാം. നമ്മൾ സ്ഥിരം പെട്രോൾ അടിക്കുന്ന സ്ഥലമാണ് ഇത്. നമ്മൾ സ്ഥിരം പെട്രോൾ പമ്പായിരുന്നു. തിരക്കുണ്ട. ഇത് നോക്കിയാൽ കുറ്റ്യാടി ടൗൺ നല്ല മനോഹരമാക്കി ചെടിയെല്ലാം വെച്ചിട്ട് ഇതാ ബോഗൻവില്ലേൻ്റെ നല്ല സുന്ദരമാക്കി. ഗായ്സ്, നമ്മളെ കുറ്റ്യാടി ടൗണിലെത്തി കേട്ടോ. ഇനി അടുത്ത പേരാമ്പ്രയാണ്. ഇവിടുന്ന് 10 കിലോമീറ്റർ എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ പേരാമ്പ്ര. കുറ്റ്യാടി ഒരു സാമാന്യ ഭേദപ്പെട്ട നല്ലൊരു ടൗണാണ് കേട്ടോ. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് കുറ്റ്യാടി. ഇവിടെ ഡാമല്ലോ അല്ലേ, കുറ്റ്യാടി ഡാം കാണാനുള്ള. പെരുമണ്ണാമൊഴി ഡാം ഇവിടെയാണോ അല്ലേ? അങ്ങനെ കുറ്റ്യാടി ഒരു ഫേമസ് സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ റോഡില്ലേ വലത്തോട്ട് തിരിയുന്നതാണ് കുറ്റ്യാടിയിൽ നിന്ന് പേരാമ്പ്ര റോഡ്. നേരെ പോയാൽ എവിടെയാ? നേരെ പോയാൽ തൊട്ടിൽപ്പാലം. ഇത് വന്നിട്ട് പേരാമ്പ്ര. പേരാമ്പ്രയിൽ നിന്ന് നേരെ കോഴിക്കോടേക്ക് അല്ലേ? പേരാമ്പ്ര കോഴിക്കോടെല്ലാം പോകുന്ന റോഡാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറ്റ്യാടിയിൽ നിന്നൊരു 5-6 കിലോമീറ്റർ ഇപ്പുറം വന്നിട്ട് ഇവിടെ ഒരു വനിതാ ഹോട്ടലുണ്ട്. ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിർത്തി. നമ്മളെപ്പോൾ വരുമ്പോൾ കഴിക്കുന്നൊരു ഹോട്ടലാണ് ഇത് കേട്ടോ. ഒരു വനിതാ ഹോട്ടലാണ്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇതാണ് വനിതാ ഹോട്ടൽ. ഇവൻ ഇവിടെ നിൽക്കുന്നുണ്ട്. എടാ, നിനക്കെന്നാ വേണ്ടേ? ഇവൻ മുട്ട റോസ്റ്റിൻ്റെ ആളാണ്. ഇവന് പൂരിയും മുട്ട റോസ്റ്റും. പൊറോട്ടയും മുട്ട റോസ്റ്റാ? ഇതാ കൂട്ടാളുടെ, ഇതാ ഇവന്റെ നാട്.
ഈ പുറകിലിരിക്കുന്ന തടിയന്റെ നാടാ ഇത്. കൂട്ടാലിട. ഇതാ നമ്മളെ മോന്റെ നാടാന്നേ ഇത്, കൂട്ടാലിട. ഈ ബാക്കിലിരിക്കുന്ന മോന്റെ നാട്. നമ്മളെത്തി കേട്ടോ കൂട്ടാലിട. നോക്കിയാൽ മുമ്പിൽ തന്നെ വലിയൊരു മല കണ്ട. പൂരാച്ചുണ്ട് ഭാഗങ്ങളാണ്. അതിൽ തന്നെ പോയി കഴിഞ്ഞാൽ പൂരാച്ചുണ്ട്. അതിന്റെ അപ്പുറം വയനാട്. വയനാടല്ലേ? അതിന്റെ അപ്പുറം വയനാടാണ്. ഹെൽമെറ്റ് ഒന്നും വേണ്ടേ? അങ്ങനെ ഒരു മലയോര ഗ്രാമമാണ്. പൂരാച്ചുണ്ടിനെല്ലാം അടുത്തായിട്ടുള്ള ഒരു മലയോര ഗ്രാമം. ഇവിടെയാന്ന് മറ്റേ കൂട്ടാളുടെ അവിടുന്ന് നമ്മള് റൈറ്റിലോട്ട് തിരിയും, വലത്തോട്ട് തിരിയും. പണ്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കൂട്ടാളുടെ ചെറിയൊരു ടൗൺ ആയിരുന്നു. ഇപ്പൊ ഒരു 15 വർഷം കൊണ്ട് കൂട്ടാളുടെ വളരെ വിൽപ്പായില്ലേ. ഹോസ്പിറ്റൽ വന്ന്, പെട്രോൾ പമ്പ് വന്ന്, എല്ലാം ഉണ്ട് ഇവിടെ. ഹോസ്പിറ്റൽ, എല്ലാ സൗകര്യങ്ങളും വന്നു. ഇവിടെ മെഡിക്കൽ സ്റ്റോറുകൾ, കുറേ ഒരുപാട് ജനൌഷധി ഉണ്ട്. ഇവിടെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം. ഇതെല്ലാം ഇതിന് ശേഷം, ഇവിടെ കല്യാണത്തിന് ശേഷം അവിടെ കല്യാണം നടന്ന ക്ഷേത്രം ഇത് കേട്ടോ. അമ്പലത്തിൽ വിട്ടുകൊണ്ട് പണ്ട് നമുക്ക് ഈ കുട്ടാലിടാന്ന് കേൾക്കുമ്പോൾ പറയാൻ പറ്റുമായിരുന്നു. പറയാൻ തന്നെ അറിയില്ലായിരുന്നു. ഇപ്പം വന്ന് 15 കൊല്ലായി ഇങ്ങോട്ടേക്ക്. 16 കൊല്ലായി. ഒരു മാസത്തിൽ എന്തായാലും ഒരു വരവിട്ട് നമുക്ക്. അപ്പൊ ഈ മരം വെച്ച സ്ഥലത്തേക്ക് കൂടി വലത്തോട്ട് തിരിഞ്ഞാൽ ഈ ചെക്കൻ്റെ വീടായി. ഈ ചെക്കൻ ഈ നാട്ടുകാരനാണ്. ഇവനെ നമ്മൾ ഇവിടെ ആക്കിയിട്ട് പോവാ. ഇപ്പൊ നമ്മുടെ സിന്ധുവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഈ ചെറിയ വഴിയിലേക്ക് കൂടി കയറി കഴിഞ്ഞാൽ ഈ ചെക്കൻ്റെ വീട്ടിലെത്തും. ഈ വലത് വശത്തുള്ള വീടാണ് സ്കൂൾ ബസ് ഉണ്ട്. ഇതിൻ്റെ അയൽവക്കം സുരേന്ദ്രേട്ടൻ്റെ വീടായത്. സുരേന്ദ്രേട്ടനും ടീച്ചറും. സുരേന്ദ്രേട്ടൻ പോലീസ് SI. ഇതാണ് ടീച്ചർ. സുരേന്ദ്രേട്ടൻ്റെ വൈഫാണ്. ഇനിയിപ്പം നമുക്ക് ഇതാളെ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ഇതാണ് സുരേന്ദ്രേട്ടൻ്റെ വൈഫ്. ടീച്ചറാണ്. റിട്ടയർ ആയി. ഇപ്പം എത്ര കൊല്ലായി ടീച്ചർ റിട്ടയർ ആയിട്ട്? 2020 റിട്ടയർ ആയി. മക്കളെ 2 കല്യാണം കഴിച്ചു. ആരും ഇല്ല ഇവിടെ? മക്കള് മോനുണ്ട്. മോൻ മാഷാന്ന്. മോള് ഇവിടെ ഇല്ല. മോളെ എറണാകുളത്തല്ലേ കൊണ്ടുപോയി? മോളെ എറണാകുളം. സുരേന്ദ്രേട്ടൻ ഇടിയുണ്ട്. എന്തോ പരിപാടിയിലാണ്. സുരേന്ദ്രേട്ടനെ കാണട്ടെ. സുരേന്ദ്രേട്ടൻ അരി കഴുകുന്ന എന്തോ ഭക്ഷണം എന്തോ ഉണ്ടാക്കേണ്ട വരും. സുരേന്ദ്രേട്ടാ, സുരേന്ദ്രേട്ടനാണ് നമ്മളെ SI, റിട്ടയർഡ് SI. ഇപ്പൊ അരി കഴുകുന്നു. സുരേന്ദ്രേട്ടൻ SI ആണ്. പക്ഷെ ഒരു SIയുടെ അവസ്ഥ നോക്ക് ഗൈസ്. എത്ര വർഷം സർവീസ് ചെയ്തു സുരേന്ദ്രേട്ട? 29 കൊല്ലം പോലീസിൽ സേവനം അനുഷ്ഠിച്ചിട്ട് റിട്ടയർഡായി. ഇപ്പം വീട്ടുപണിയാന്നില്ല. അപ്പോൾ സുരേന്ദ്രേട്ടൻ നമ്മളെ അയൽവക്കാണ്, നമ്മളെ അടുത്ത സുഹൃത്താണ്. എൻ്റെ ഏട്ടൻ്റെ കൂടെ സർവീസ് ചെയ്ത ആളാണ്. നമ്മളെ ഏട്ടനും പോലീസിലായിരുന്നു. ഉണ്ണിയേട്ടൻ അല്ലേ? അപ്പോൾ ഉണ്ണിയേട്ടനും നിങ്ങൾ എത്ര കാലം സർവീസിലുണ്ടായിരുന്നു? കുറേ കാലം ഉണ്ടായിരുന്നു. കുറേ കാലം ഉണ്ണിയേട്ടനുമായിട്ട് വയനാടാണ്. ഇവരെ പിന്നെ സർവീസ് കാലം മുഴുവൻ വയനാട് ഡിസ്ട്രിക്റ്റിലായിരുന്നു അല്ലേ? പിന്നെ അങ്ങനെ ഇവിടെ കുട്ടാലിടിയിലെ സുരേന്ദ്രേട്ടനാണ് ഇത്. സുരേന്ദ്രേട്ടനും ഞാനും സുരേന്ദ്രേട്ടൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നമ്മളിരുന്ന് കുറച്ച് സൊറ പറയുന്ന. സുരേന്ദ്രേട്ട കണ്ടിട്ട് എത്രയായി ഇല്ലേ? 1 മാസമായില്ലേ? നിങ്ങളെന്താ അങ്ങോട്ടൊന്നും വരാത്ത കണ്ണൂരൊന്നും? 1 മാസം അല്ലാന്നല്ലേ? 1 മാസത്തിനും കൂടുതലായി. നല്ല മഴ കിട്ടി ഇവിടെ അല്ലേ? ഉഗ്രമഴ. സുരേന്ദ്രേട്ടന് ഇവിടെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. ഈ ഒരു മലേൻ്റെ സൈഡ് 8 ഏക്കർ എങ്ങനെ സ്ഥലമുണ്ട്. ഒരുപാട് സ്ഥലം ഇവിടെ ഉണ്ട്. ഞാൻ സുരേന്ദ്രേട്ടനോട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പറയും ഇവിടെ ഒരു ഫാം തുടങ്ങാൻ, മറ്റേ പശുവിൻ്റെ ഫാം. അതിനുള്ള പശുവിൻ്റെ ഫാമെല്ലാം തുടങ്ങാൻ പറ്റിയൊരു സ്ഥലമാണിത്. കാരണം പുല്ല് ഇഷ്ടമാതിരി കിട്ടും. പുല്ലില്ലേ? ഈ പറമ്പ് മുഴുവൻ പുല്ലാണ്. പുല്ലുണ്ട്, മലയുണ്ട്, പശുവിന് മേയാനുള്ള സ്ഥലമുണ്ട്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നോക്കാൻ ആള് വേണം. വലിയ വീടുമാണ്. അടിപൊളി വീടാണ്. നോക്കാൻ ആള് വേണ്ടേ ചേട്ടാ?
റോഡ് ആക്സസ് ഉണ്ട്. ഇതാ വീട് കണ്ടോ, സുരേന്ദ്രൻ്റെ അടിപൊളി വീടാണ്. റോഡുണ്ട്, അടിപൊളി റോഡാണ്. ടൗൺ അടുത്ത് തന്നെ. ഇവിടുന്ന് കുട്ടാലിൻ്റെ എത്ര കിലോമീറ്റർ ഉണ്ട്? കിലോമീറ്റർ ഒന്നുമില്ല, ഇല്ല, 1 കിലോമീറ്ററിൽ താഴെ ഉള്ളൂ ടൗണ് അല്ലേ. ഇപ്പം കൂട്ടാളുടെ ഭയങ്കര ഡെവലപ്പായി അല്ലേ, എല്ലാ സൗകര്യങ്ങളും വന്നില്ലേ. പെട്രോൾ പമ്പ്, പിന്നെ ഹോസ്പിറ്റൽ വന്ന്. ഹോസ്പിറ്റലിന്റെ പിന്നെ അതുമല്ല മറ്റേ കുരാച്ചുണ്ട് റോഡൊക്കെ ഗംഭീരായി. റോഡെല്ലാം നാലുവരി പാതയായി. നല്ല അടിപൊളി സ്ഥലമാണ്. നിന്റെ വീട്ടിലേക്ക് പോവാ. ഇത് എന്നെ കാണിച്ചു തരും, പരിചയപ്പെടുത്തി തരണോ ആൾക്ക്. ഇതേതാ വീട്? ഇത് ഈ ഓടിട്ട വീട്, ഇത് നിങ്ങളെ വീടാ? പറ, ഇത് നിങ്ങളെ വീടാ? അപ്പോൾ ഇതാണ് ആദ്യത്തെ വീട് അല്ലേ. ഇതാണ് സിന്ധുവിൻ്റെ ആദ്യത്തെ വീട്. ആദ്യം ഇതാ ഈ ചെക്കൻ്റെ, ഇങ്ങനെ നോക്കിക്കോ ചെക്കൻ്റെ ആദ്യത്തെ വീട്. ഇത് അതിന് ശേഷം എടുത്തതാണ്. ഇത് മുകളിൽ വാടകയ്ക്ക്, താഴെയും വാടകയ്ക്ക്, 2 വാടക വീടാണ്. മുകളിൽ കാലിയുണ്ട്, വേണ്ടവർ വന്നോന്നാണ് പറയുന്നത്. കോഴിക്കോട് കൂട്ടാലിട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗം കാലിയാണ്. ആ എല്ലാം ഉണ്ട്. മാങ്ങ, തെങ്ങ്, ചക്ക, മാങ്ങാണ്ട. ഇതാണ്ടോ നല്ലോണം മാങ്ങ. നാട്ടുമാവാന്ന്. എന്റെ അമ്മേന്റെ തലയിൽ കൊള്ളോള് ചക്ക പറിക്കാൻ നോക്കട്ടെ. വണ്ടി വെച്ചിട്ട് എറിയടാ. ഇത് കുറേ സ്ഥലമുണ്ട് കേട്ടോ, 75 സെന്റ് സ്ഥലങ്ങാനുണ്ട്. ഇതിൽ ചക്കയുണ്ട്, മാങ്ങയുണ്ട്, പ്ലാവ്, തെങ്ങുണ്ട്, കുരുമുളകുണ്ട്, എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് ഇതിൽ. ഈന്താന്ന് ഇത്. ഇതിൻ്റെ എന്തോ സംഭവം എടുത്തിട്ട് ഇവർ ഈന്ത് ഉണ്ടാക്കും പോലും. ഈന്ത് എന്ന് പറയുന്നത്. മാഡം ഇതാ, ഇവളാണ് എൻ്റെ ഭാര്യൻ്റെ അനിയത്തി സിന്ധു. നോക്കിക്കോ, പറഞ്ഞു കൊടുക്ക്. ഇതാ നിങ്ങളെ വീട്? ആ, ഇതാ ഈന്ത് എന്ന് പറയുന്ന സംഗതി. ആ, ഇതാണ് പോലും ഈന്ത്. ഈന്റെ കുരു എടുത്തിട്ട് എന്നാ ചെയ്യാ? ഇതാ ഇതിന്റെ കുരു ഉണ്ടല്ലോ, അത് പറിച്ച് ഉണക്കി പൊടിച്ച് അതിന് ശേഷം അതിനെ കൊണ്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നു. അങ്ങനെ അവര് ചെയ്യാറ്. ഇപ്പൊ ഈന്ത് തേങ്ങ പറിക്കാൻ ആളെ കിട്ടിയോ? ഇതാണ് നിങ്ങൾ ആദ്യത്തെ വീടല്ലേ? ഇതും വാടക, ഇതും വാടക, ഇതും വാടക. ഇതിലിപ്പം വാടക ആളുണ്ട് അല്ലേ? മറ്റേതിൽ മുകളിൽ വാടക ആളില്ല അല്ലേ? അപ്പം മുകളിൽ വാടകക്കാരൻ വന്നാൽ കൊടുക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ പറഞ്ഞു തന്നാല് പറഞ്ഞോ. ഇല്ല, നിങ്ങളെ നമ്പർ 94 96 42 38 72. ആ, ഓക്കെ. അപ്പൊ ഈ നമ്പറിൽ വിളിക്കുക. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർക്കെല്ലാം കൂട്ടാലിട എന്ന് പറയുന്ന സ്ഥലം, കൂട്ടാലിട. അപ്പൊ ഇതിലത്തെ ഈ വാടകയ്ക്ക് ഉള്ള ആൾക്കാർക്ക് ഈ തേങ്ങയും അടയ്ക്കലും പറിച്ചെടുക്കാൻ പാടുവോ? പാടൂല. ചക്ക പറിക്കാം വേണമെങ്കിൽ. ചക്ക പറിച്ച പ്രശ്നമില്ല അല്ലേ? ചക്ക മാങ്ങയും പറിക്കുന്നതിന് പ്രശ്നമില്ല. അതിന് വരെ ചക്കയുണ്ട്. ആ, തേങ്ങ അടയ്ക്കൊന്നും പറിക്കണ്ട അല്ലേ? ചകിരി വേണമെങ്കിൽ എടുക്കാം. അതാ ഇതെല്ലാം ചകിരിയാ കൂട്ടിയിട്ട്. ചകിരി എല്ലാം അവർക്ക് കൊടുത്തതാണ്. അപ്പൊ നമുക്കെന്നാ പുതിയ വീട്ടിലെ അവിടത്തേക്ക് പോവാം അല്ലേ? അപ്പം അതിൻ്റെ താഴ്ഭാഗം വാടക കൊടുത്താണ്. നോക്കാലോ. ഇവരെ പുതിയ വീടൊന്ന് കാണാം അല്ലേ? എന്താ ആദ്യത്തെ സിന്ധുവിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഈ വീട്ടിലാണ്. ഈ വീട്ടിൽ ഇവിടെ ഇരുന്നിട്ടായിരുന്നു നമുക്ക് പാർട്ടി തന്നെ. അന്ന് ഈ മീനുണ്ടായിരുന്നു, പൊരിച്ച മീൻ. അത് എനിക്ക് കിട്ടിയിട്ടില്ല, അത് ഇപ്പം തന്നെ. അയക്കൂറ പൊരിച്ചതായിരുന്നേ. അപ്പം അതെനിക്ക് കിട്ടിയിട്ടില്ലേ. വീട്, ആദ്യത്തെ വീട്. ഇതിപ്പം വാടകക്കാണ്. ഇത് ഇവരെ കിണർ ഇവിടെയാണ്. ഇതെല്ലാം ഇങ്ങോട്ട് താഴോട്ട് കാണുന്ന സ്ഥലങ്ങളെല്ലാം വരുന്നതാണ്. 75 സെന്റ് സ്ഥലമുണ്ട്. ഇതിൻ്റെ പുറകുവശത്തേക്ക് കൂടി നമ്മളിപ്പോൾ വരുന്നത്. നോക്കട്ടെ. ഇവിടെ ചെറിയൊരു പ്ലാവിൻ്റെ വരെ ഒരു ചക്ക ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. അതിൻ്റെ സ്ഥിതി എന്താണെന്ന് കാണാം. ആ, ഉണ്ട് കേട്ടോ, അതങ്ങനെ ഉണ്ട്. പറിച്ചിട്ടൊന്നുമില്ല. ഇതാ ഒരു പ്ലാവ് ചക്ക ഉണ്ടോ? 2 ചക്കയുണ്ട് കേട്ടോ. മൂത്തിട്ടില്ല, മൂത്ത് വരുന്നേ ഉള്ളൂ തോന്നുന്നു. ചെറിയ പ്ലാവാണ്. ഇതാണ് വീട്ടിൻ്റെ പേര് അവനി എന്നാണ് ഈ വീട്ടിൻ്റെ പേര്. മോൾ ഭാഗം ഇതാ ഇങ്ങനെയാണ്, താഴ്ഭാഗം ഇങ്ങനെയാണ്. ഇതാണ് വലിയ വീടാണ്. ഒരു 2800 സ്ക്വയർ ഫീറ്റ് എങ്ങാനുണ്ട്. വലിയൊരു വീടാണ്.
ഇവിടെ ഒരു നല്ലൊരു മാവുണ്ട്. ഇത് മാവിനേലെ മാങ്ങയൊന്നും കാണുന്നില്ലല്ലോ. താഴെ വാടകക്കാരില്ല, അവർ പോയി തോന്നുന്നു, അടച്ചിട്ടിട്ടുള്ള. ഇതിൻ്റെ മുമ്പിലായി ഒരു 6 കോട്ടേഴ്സ്, 6 3 9 കോട്ടേഴ്സ് വരുന്നുണ്ട്. ഇത് പുതിയതായിട്ട് പണിയുന്നതാണ്. ആ മാവ് പൂത്തിട്ടുണ്ട് കേട്ടോ, പൂ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മാവുണ്ട്, ഇത് പൂത്തിട്ടൊന്നുമില്ല. ഇതിൻ്റെ സൈഡിലേക്ക് കൂടി സ്റ്റെയർ കേസ് പുറകിലേക്ക് കൂടിയാണ്. വാഹനങ്ങൾ കയറും, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. മുകളിലേക്ക് കയറാൻ ഈ കോണി വഴിയാണ് കയറേണ്ടത്. മുന്നിൽ കാണുന്നതാണ് സുരേന്ദ്രേട്ടൻ്റെ വീട്. ആ വീടാണ്. കയറി നോക്കിയതാണ്, നോക്കുമ്പോൾ ഇവർ താക്കോൽ വീടുകളില്ല. ഇതാണ് ഇതിൻ്റെ ഡോറ്. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇതാണ് റോഡിങ്ങനെ വന്നിട്ട് ഇതാ വാഹനങ്ങളിൽ പാർക്ക് ചെയ്യാൻ ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. ചെറിയ വീടിൻ്റെ മുമ്പിലായിട്ട് പാർക്കിങ് ചെയ്യാൻ ഒരു സൗകര്യമുണ്ട്. ഇത് നമ്മളെ മേഡാണ്. നമ്മളെ മേഡം തേങ്ങ വീഴണ്ട, തെങ്ങിൻ്റെ അടിയിൽ പോയി നിന്നിട്ട്. അതെയോ? ആ, നല്ല ഒരു മനോഹരമായ സ്ഥലമാണ്. മലയോര ഗ്രാമമായ കൂട്ടാലിട എന്ന് പറയുന്ന സ്ഥലമാണിത്. അവിടെ നെല്ലൂർ പഞ്ചായത്ത്, അവിടെ നെല്ലൂർ എന്നാണ് ഈ പഞ്ചായത്തിൻ്റെ പേര്. കൂട്ടാലിട എന്ന് പറഞ്ഞ ഗ്രാമം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ കോട്ടൂർ പഞ്ചായത്താണെന്ന് തോന്നുന്നു അല്ലേ? അവിടെ നെല്ലൂർ പഞ്ചായത്തല്ല, കോട്ടൂർ പഞ്ചായത്ത്. കോട്ടൂർ പഞ്ചായത്തിലാണ് ഈ അവിടെ നെല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നെല്ലൂരാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പഞ്ചായത്ത് കോട്ടൂർ, കോഴിക്കോട് ജില്ലയിൽ. ഇപ്പം സമയം 10:20 കേട്ടോ. പക്ഷേ ഇവിടെ ഈ ഇത്രകാരം മരങ്ങളുള്ളതുകൊണ്ട് വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ പൊരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അത് അത്രയും ചൂടാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ആ ചൂട് ഇവിടെ അനുഭവപ്പെടുന്നില്ല. കാരണം ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. നല്ല മഴ കിട്ടിയിരുന്നു, അതെല്ലാം കൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ ചൂട് പൊതുവെ കുറവാണ്. നല്ലൊരു പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമമാണ് കൂട്ടാലിട. നമ്മൾ കൂട്ടാലിട വന്ന സിന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം ചക്ക. നമ്മൾ ഇതിനെ പുഴുങ്ങി ചിപ്സ് ഉണ്ടാക്കാൻ പുഴുങ്ങലല്ലോ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വലിയ ചക്കയായിരുന്നു, ഇതിനെ 2ആയി മുറിച്ച് വരും. അപ്പോൾ അങ്ങനെ ഇതാ അതിൻ്റെ ഒരു ഭാഗമായത് വീണിട്ട് മുറിഞ്ഞു പോയി. വലിയ ചക്കയായിരുന്നു, അപ്പം വീട് മുറിഞ്ഞ് ഇതൊരു ചക്ക. ഇവിടെ ഇതിലെന്നാ തേങ്ങ പറിക്കാൻ ആളെ കിട്ടിയില്ല. മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാമ്പലുണ്ട് അല്ലേ? മാമ്പലുണ്ട്. മധുരമുണ്ടാ ചക്കൊക്കെ? മധുരമില്ല അല്ലേ? അപ്പം നമ്മൾ ചക്കയിൽ ഇതാ ഇവൻ്റെ നാട്ടിൽ നിന്ന് നമ്മൾ പോന്നാ. എവിടെ പോവാ? കൂട്ടാലിടയിലത്തെ അവനിയോട് വീട് പറഞ്ഞു. ഇവന്റെ വീട്ടിന്റെ പേര് അവനിയോട് വീട് പറയുന്നു. മാവിന്റെ മേലെ മാങ്ങ ഉണ്ടായിട്ടില്ലല്ലോ. ഇത്ര കൊല്ലായി. ചെറിയ മാവല്ലേ? അപ്പുറം 2 ചക്കയുണ്ടല്ലോ. ചക്കയുണ്ടെന്ന് ചേച്ചിയോട് പറഞ്ഞ. ശരിക്കും 2 കൊല്ലം ആയിട്ടില്ല അല്ലേ? 2 കൊല്ലം ആകുമ്പോഴത്തേക്കിനോ പിന്നെ മാവ് പൂത്തില്ലേ? അല്ല, മാവും പൂത്തു, ചക്കയായി. 22-ലല്ലേ നമ്മൾ കൂടി? 22, 23, 24 പ്രാവശ്യം വയനാട്ടിൽ പോയാൽ കുറച്ച് സൈഡാക്കിക്കോ. ഞാൻ അവിടെ പോയി എടുത്തിട്ട് വന്നു. പച്ചക്കറി വണ്ടിക്കിൽ പോയി മേടിച്ചോ. ഞാൻ പൈസ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, ചേച്ചി അനിയത്തിയും കൂടിയിട്ട്. നമ്മളിപ്പോൾ ഇതാ ഇവൻ്റെ കൂടെയാണുള്ളത്. ഇവനില്ല, ഈ ദുഷ്ടൻ നിങ്ങൾക്ക് അറിയാം ആർക്കെങ്കിലും? ഭയങ്കര ദുഷ്ടനാണ്. കൂട്ടാലിട ടൗണാണേ, കൂട്ടാലിട ടൗൺ. നമ്മൾ സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന ചായ കുടിക്കുന്ന ഒരു ഹോട്ടലില്ലേ? എന്നടാ അതിൻ്റെ പേരെന്നാ? കേളിയാ? അതേടിയാ? നമ്മളടുത്ത പറമ്പിലേക്ക് പോകുന്ന സിന്ധുവിന്റെ. അവള് റോഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടുകൊണ്ടു ഇങ്ങോട്ട് കേറണ്ട തോന്നപ്പോ ഇവള്
സിന്ധുവിന്റെ അടുത്ത പറമ്പ് സിന്ധുവിന് അറിയില്ല എവിടെയാണ്. ഞാനിതുവരെ വന്നിട്ടില്ലപ്പാ. നന്നല്ലേ കൊല്ലത്രയായി കല്യാണം കഴിഞ്ഞിട്ട്? താങ്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? സ്വന്തം പറമ്പറിയില്ല. 16 കൊല്ലായിട്ടും പറമ്പറിയാത്ത. ഒരിക്കൽ വന്നിന് ആ അങ്ങനെ കണ്ടിന്, അത്രയും എനക്കറിയും, അല്ലാണ്ട് എനക്കറിയില്ല. ഇവിടെ വലിയ ഇല്ല. തോന്നുന്നുണ്ടല്ലോ ഇടിയാന്ന് ഓള് റോഡിൽ നിക്കുന്നുണ്ട്. ഓളോട് ചോദിക്കുന്ന റോഡിൽ നിൽക്കുന്നുണ്ടോ? അങ്ങ് ഒരാള് നിക്കുന്നുണ്ട്. കൈയും കാണിക്കുന്നുണ്ടായിരുന്നു. ഓളെ വീട് അങ്ങോട്ടേക്ക്, ആ റോഡിന് അങ്ങോട്ടേക്ക് അവിടെ അടുത്താന്ന് കേട്ടോ. അടുത്താന്ന് കാണിക്കും. അങ്ങനെ സിന്ധുവിന്റെ പറമ്പിലേക്ക് അവസാനം നമ്മൾ അവർക്ക് കണ്ടെത്തി കൊടുത്തു അല്ലെ. 16 കൊല്ലായി സിന്ധുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. പറമ്പിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു വരുന്നത് തേങ്ങ എടുക്കാൻ. നമ്മളിതുവരെ വന്നിട്ടില്ല, ഇവള് തന്നെ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സിന്ധു, സുദേശ്, ഇതാണ് നമ്മളെ മെയിൻ കഥാപാത്രം. എടോ, മെയിൻ കഥാപാത്രം ഇതാ സുദേശ്, സതീഷിന്റെ അനിയൻ. ഇത് സുദേശിന്റെ മേഡം, സുദേശിന്റെ മേഡം. അതാണ് സ്ഥലം. ഒരു 1/2 ഏക്കറിന് മേലെ ഉണ്ട് അല്ലേ സിന്ധു? എത്ര സെന്റാ സ്ഥലവും ഇവര് കൊടുക്കാൻ പോകുന്നതാണേ. ഇത് വിൽപ്പനക്കാ പോലും കേട്ടാ സിന്ധു, ഇത് വിൽപ്പനക്കാന്ന് പറയുന്നത്. അതെയോ? ഇപ്പൊ സ്ഥലം ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഇതാ ഈ മേഡത്തിന്റെ ആണ്. നമ്പർ എത്രയാ പറഞ്ഞോ? 7907284810. അപ്പൊ നമ്പർ ഇതാണ്. ഈ നമ്പറിൽ ബന്ധപ്പെടുക. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ. സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കൂട്ടാലിട, കോട്ടൂർ പഞ്ചായത്തല്ലേ ഇത്? ഇതാണ് അനിയൻ, സതീഷിന്റെ അനിയനാണ്. സിന്ധുവിന്റെ ഭർത്താവായ സതീഷിന്റെ അനിയൻ സുദേശ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എങ്ങനെയാ സുദേശ്? അപ്പോൾ ഇത് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു 60 സെന്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 60 സെന്റോ 50 സെന്റോ അങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ. 50 തോന്നുന്നു. ആ തെങ്ങാണ് കേട്ടോ, തെങ്ങും പറമ്പാണ്. പിന്നെ ഒരു വലിയ മാവുണ്ട്. റോഡ് ആക്സസ് ഉണ്ട്. ചെറിയൊരു റോഡുണ്ട്. ഇതേതാ മേലെ കൂടി പോകുന്ന റോഡ്? ആ മേലെ കൂടി പോകുന്ന റോഡ് എങ്ങോട്ടാ? അതിന് മുകളിലേക്ക് കൂടി ഒരു ടാറിട്ട റോഡുണ്ട്. അത് നടുവണ്ണൂരേക്ക് പോകുന്നതാണ്. അവിടുന്ന് ഒരു കട്ട് റോഡാണ്. ഇങ്ങോട്ടേക്ക് ഒരു 100 മീറ്റർ, മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ താഴെയായിട്ട് രണ്ടാമത്തെ സ്ഥലം. അവിടെ ഒരു പറമ്പുണ്ട്. ആ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പ്, അതിൻ്റെ പുറകിലായിട്ടുള്ളൊരു പറമ്പാണിത്. അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. നമ്പർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. വീടെല്ലാം വെക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വെള്ളം. അപ്പോൾ തേങ്ങ പറിച്ചു. ഇനിയിപ്പം നമ്മൾ തേങ്ങ എടുത്തിട്ട് പോകണം. ഇതാ കുറച്ച് തേങ്ങയുണ്ട്. ഈ ഭാഗങ്ങളിൽ വീടുകളൊന്നും ഇല്ല കേട്ടോ. വീടുകൾ വളരെ കുറവാണ്. ഒരു വീട് മുകളിൽ വരുന്നുണ്ട്. ഇത് താഴെ ഒരു വീടുണ്ട്. തെങ്ങുണ്ട്. ഒരു 10-20 തെങ്ങുണ്ട് ഈ പറമ്പത്ത്. ഒരു മാവുണ്ട്. മെയിൻ റോഡ് അടുത്ത് തന്നെ. മെയിൻ റോഡ് ഇവിടുന്ന് ഒരു 100 മീറ്റർ. തേങ്ങ എടുക്കുന്ന ആൾ സുദേശാണ്. സുദേശ് തേങ്ങ എടുക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ സൺഡേ ആണ്. ഇങ്ങനെ ഒരു ഇവിടം വരെ ഒരു ട്രിപ്പ് വന്നു. തേങ്ങ പറിച്ചു. ഇതാ അനിയനാണ്, സതീഷിൻ്റെ അനിയൻ, സിന്ധുവിൻ്റെ ഭർത്താവായ സതീഷിൻ്റെ അനിയനാണ് തേങ്ങ എടുക്കുന്നത്. ഇതാണ് വഴി. വെക്കല്ല, എണ്ണി നോക്കണം പോലും തേങ്ങ. ഇതാ മെയിൻ റോഡ്. ഇവിടെ ഒരു പീടിയെല്ലാം വരുന്നുണ്ട്. ഇതാണ് വഴി. ഇതൊരു ചെറിയ കനാലാണ്, കൈക്കനാൽ. വെള്ളം തറവാട്ടിലേക്കാണ്. അപ്പോൾ സതീഷിൻ്റെ, അതായത് സിന്ധുവിൻ്റെ ഭാര്യയും മക്കളാണ് അവിടെ. തറവാട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ ഒരു കുളമുണ്ട്. ഇതാ മീൻ വളർത്തുന്ന കുളമാണ്. ശുദ്ധജല പദ്ധതി. ഇവിടത്തേക്ക് റോഡ് ആക്സസ് ഉണ്ട് കേട്ടോ. നമ്മൾ റോഡില്ലാത്ത മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നിട്ടാണ് വരുന്നതെങ്കിലും
അപ്പുറത്തെ ഭാഗത്തേക്ക് കൂടി ഇവർ വീട്ടിൽ വരാനുള്ള റോഡുണ്ട്. ഒരു വയലിൻ്റെ കരയിലായിട്ടാണ് ഇവരുടെ വീട്. ഇതാണ് സതീഷിൻ്റെ തറവാട്, അമ്മേൻ്റെ. ഇതിവിടെ ഇപ്പോൾ അനുജനാണ് താമസിക്കുന്നത്. അമ്മയില്ല, അമ്മ മരിച്ചു, അമ്മയും അച്ഛനും മരിച്ചു. അപ്പോൾ അനുജനാണ് ഇവിടെ താമസിക്കുന്നത്. ഒരു പെങ്ങളുണ്ട്, അവർ ഓമശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. റോഡ് ഇതാണ് വീട്. റോഡ് ഇതിലേ കൂടി റോഡുണ്ട് കേട്ടോ, അങ്ങ് വരെ. ഇത് റോഡാണ്. ഇതാണ് സതീഷിൻ്റെ അനിയൻ്റെ വീട്. തറവാടാണ്, സതീഷിൻ്റെ തറവാടാണ് ഇത് അല്ലേ? ഇത് സതീഷിൻ്റെ തറവാടല്ലേ വീടായതല്ലേ? അമ്മേന്റെ വീട് ഇപ്പൊ അനിയന് കൊടുത്തു. അനിയന് കൊടുത്തില്ലേ? സതീഷിന് 3-4 വീടുള്ളതുകൊണ്ട് ഒരു വീട്, ഈ വീട് അനിയന് കൊടുത്തു. ആ ജാമ്പയുണ്ട് കേട്ടോ, അതിന് മേലെ അവരെത്തിയിട്ടില്ല. ആ ജാമ്പയുണ്ട് നല്ല. ഇതെല്ലാം അവരുടെ കുടുംബക്കാരാന്നേ. ആമി എന്തുണ്ട്? ചാമ്പ പറിച്ചാ? കിട്ടി, ഒന്ന് കിട്ടി. കഴിച്ചോക്ക്, ടേസ്റ്റ് ഉണ്ടോ? ഉണ്ട്. കറക്റ്റ് തിന്നുമ്പോ അതിനൊരു ടേസ്റ്റ് ജാസ്തിയാ. മാവിന്റെ മേലെ മാങ്ങയുണ്ട്. ചൂട് ഇവിടെ കണ്ണൂരേക്കാൾ കുറവുണ്ട് അല്ലേ? നല്ല ആശ്വാസം ഉണ്ട് അല്ലേ ഈ പ്രദേശത്തിന്റെ? മരങ്ങൾ, ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട്. എടാ ചാമ്പ കയറി പറിക്ക്, നമുക്ക് ഇല്ല. ഒന്ന് ബന്ധുക്കാരെ വീട്ടില, ചുറ്റിനും ബന്ധുക്കാരേ ഉള്ളൂ അല്ലേ? എല്ലാം ബന്ധുക്കാരാണ് ഇവരെ. ഇപ്പം നമ്മളൊറ്റക്കായി അവരവരെ ബന്ധു വീട്ടിലേക്ക് പോയി. കനാലിതാ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ചെറിയൊരു കൈക്കനാലാണ് കേട്ടോ, വലിയ കനാലല്ല. ഇതിൽ കനാലിൽ വെള്ളം വിട്ട് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം ഉണ്ടാവും. വെള്ളലുണ്ട്. ഇപ്പം എന്താ എല്ലാം പച്ചക്കറി എല്ലാം നടത്താം. പച്ചക്കറി, ഇതിൽ പച്ചക്കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കനാലിലെ വെള്ളം എടുക്കുക, കുടിവെള്ളം, പച്ചക്കറി നടുക. ചീരയാണ്, ചീരയിലും പറിച്ചെന്ന് തോന്നുന്നു. ഇതാണ് ഇവരെ വീട്. ഇതാണ് ചാമ്പ കേട്ടോ. ഇത് ചാമ്പ. ഇത് എങ്ങനെ കഴിക്കേണ്ടതാണ്? ഇതില് ഇവരുണ്ടാക്കുന്ന ഉപ്പ് മുളക് വെളിച്ചെണ്ണ അല്ലേ? ഉപ്പ് മുളക് വെളിച്ചെണ്ണ ഇതിലിടും. എന്നിട്ട് ചാമ്പയിൽ കുറച്ച് ഇതാക്കുക. എന്നിട്ട് കഴിക്കുക. സൂപ്പറാണ്, അടിപൊളി. വാ ചാമ്പ ഉണ്ടാ, കുറേ ഉണ്ട് ഇന്നവരെ. സുദേശേ, ഇപ്പം നമ്മൾ ഇറങ്ങട്ടെ. ഇപ്പം ഇതാ സുദേശിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നതാണ്. അതാ പുറകിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നു. എടി പോട്ടെ. അഞ്ജനയും ഇത് ഇവിടെ അഞ്ജനയല്ലേ? അഞ്ജന എത്രയല്ലേ ഇപ്പം പഠിക്കുന്നത്? 7-ൽ. ഇറങ്ങിക്കോ, പോവാ. നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന കേട്ടോ. കൊയിലാണ്ടി അല്ലല്ലോ, ഇതെന്നാന്ന് പേരാമ്പ്ര അല്ലേ? സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതാണ് പേരാമ്പ്ര, രവീൻ്റെ വീട്ടിൽ. രവി അപ്പോൾ ഇല്ല മേഡം? രവി ഇല്ല. അതെയാ, ഇതാണ് നമ്മളെ രവീൻ്റെ വീട് കേട്ടോ. ഇത് രവീൻ്റെ തറവാട്, വാടക കൊടുക്കുന്നതാണ്. ഇപ്പോൾ രവി ഇപ്പം വലിയ പൈസക്കാരനല്ലായതിനു ശേഷം വലിയ വീടെടുത്ത്. ഞാനെന്നാ പറഞ്ഞെന്നോ? ഞാൻ പറഞ്ഞ രവിന്റെ പഴയ വീടത്, പുതിയ വീട്. രവി വലിയ പൈസക്കാരനായതിനു ശേഷം പുതിയ വീടെടുത്തിട്ട് ഇങ്ങോട്ട് മാറി. ശരി, രവിന്റെ രവി സാവ് വീട് നിൽക്കുന്നുണ്ട്. നമ്മളെ ഭക്ഷണമാണ്. എന്നാ മന്തിയാണ് ഇന്ന് സ്പെഷ്യല്. മാഡം ഉണ്ട്. വാ ഇരി രവി, ഇരി. നമ്മളെ രവി വാ ഇരിക്ക്. അല്ല, നിങ്ങൾ നമ്മളെ കൂടെ ഇരിക്ക്. അതെ. നമ്മളിത് ഒരുമിച്ച് സർവീസ് ചെയ്തതാണ് 10-20 വർഷം. രവി നമ്മളൊരുമിച്ച് പട്ടാളത്തിൽ 10-20 വർഷം ഒരുമിച്ച് സർവീസ് ചെയ്തതാണ്. പുള്ളി പെൻഷൻ എന്നേക്കാൾ മുമ്പിൽ വന്നു, നമ്മളതിന് ശേഷം വന്നു. അങ്ങനെ കൊയിലാണ്ടിയിൽ കൊയിലാണ്ടിയല്ല, പേരാമ്പ്ര. പുള്ളിൻ്റെ ആദ്യത്തെ വീട് കൊയിലാണ്ടിയായിരുന്നു. അവർ കൊയിലാണ്ടിയിൽ നിന്ന്
പേരാമ്പ്രയിലേക്ക് താമസം മാറി. അപ്പോൾ പേരാമ്പ്ര ടിവിൻ്റെ വീട്ടിലാണുള്ളത്. ഭക്ഷണം കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്തിരിക്കുകയാണ്. രാവിലെ നമ്മൾ പോകുമ്പോൾ സൂര്യൻ കിഴക്കായിരുന്നു. ഇപ്പൊ സൂര്യൻ പടിഞ്ഞാറായി. നിങ്ങൾ അങ്ങനെ തിരിച്ച് മേലച്ചവ് എത്തി അല്ലേ? എത്തിയാ തിരിച്ച് നമ്മൾ മേലെ ചൊവ്വ എത്തി. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. സിന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. സിന്ധുവിനെ വീട്ടിലാക്കി ചക്കി മാങ്ങി എല്ലാം ഇവിടെ ഇറക്കി കൊടുത്ത് തിരിച്ച് നമ്മളെ വീട് പിടിക്കണം. ഇനി 1/2 മണിക്കൂറാണ്. ഇന്ന് രാത്രി മഴയുണ്ടെന്ന് തോന്നുന്നു. ഒരു മഴക്കാർ